السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 21ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പുകളും സുഹൃതങ്ങളുമെല്ലാം അവനിഷ്ടപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നരകമോചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10ലൂടെ നമുക്ക് സംവിധാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏവരും ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളും വളരെയേറെ ശ്രദ്ധാപൂർവം അമൽ ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ദഖലൽ അശ്റുൽ അവാഖിറ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 നബിതങ്ങൾക്ക് സമാഗതമായാൽ ശദ്ദ മിസ്റഹു, നബിതങ്ങൾ തന്റെ മുണ്ടിനെ മുറുക്കി കെട്ടുമായിരുന്നു. എന്ന് മാത്രമല്ല വൈഖലാഹു ലഹു, തന്റെ കുടുംബക്കാരെ ഒന്നുകൂടി ഈ റമളാനിന്റെ അവസാനത്തെ 10 ഈ മാസം കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലൊരു ശ്രേഷ്ഠതയില്ല എന്നറിയിച്ചുകൊണ്ട് തന്നെ തന്റെ കുടുംബക്കാരെ ഇബാദത്തിന് വേണ്ടി വിളിച്ചുണർത്തുമായിരുന്നു. എന്ന് മാത്രമല്ല വയഅ്തഖിഫു ഫിൽ മസ്ജിദി, പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭജനം ഇരിക്കുമായിരുന്നു, ഇഅ്തികാഫുമായി കൂടുമായിരുന്നു. ഈ റമളാനിലെ അവസാനത്തെ 10 പുരുഷന്മാരാകുന്ന മുസ്ലിം സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നത് നിർബന്ധമായും അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നാം ഏവരും ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ കൃത്യമായി ആരാധന നിർവഹിച്ചുകൊണ്ട് സമയങ്ങൾ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്ന സമയമാണ്. പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ വളരെ അതപോടുകൂടി വലതുകാല് വെച്ചുകൊണ്ട് വേണം പള്ളിയിലേക്ക് കയറാൻ. നീ വീട്ടിൽ എപ്രകാരം അഭയം പ്രാപിക്കുന്നു അതേപോലെ വേണം അള്ളാഹുവിന്റെ പള്ളിയിലേക്കും നീ കയറുവാൻ. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണേ നാഥാ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രവേശിക്കുകയും 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നമസ്കാരം, അഭിവാദ്യത്തിന്റെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയും പള്ളിയിൽ ഇഅ്തികാഫുമായി നാം കഴിഞ്ഞുകൂടുകയും ചെയ്യണം. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യതായിരുന്നു. നാം ഏവരും അത്തരത്തിൽ പരിപൂർണമായി 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നാം ശ്രദ്ധിക്കണം. വലിയ പള്ളികളിലാണോ അതല്ല ചെറിയ നിസ്കാര പള്ളികളിലാണോ ഇഅ്തികാഫ് ഇരിക്കൽ പുണ്യം? ഫുഖഹാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. ഫുഖഹാക്കൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ജുമുഅത്ത് പള്ളികളിൽ അഥവാ വലിയ പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതാണ് പുണ്യകർമ്മം. അതുകൊണ്ട് ജുമുഅത്ത് പള്ളികൾ, നമ്മുടെ നാടിന്റെ തൊട്ടടുത്തുള്ളതാകുന്ന നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള നമ്മുടെ മഹല്ലത്തുകളിലെ ജുമുഅത്ത് പള്ളിയിൽ കൃത്യമായി ഇഅ്തികാഫ് ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും ദിക്ർ ചൊല്ലിക്കൊണ്ടും നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമൊക്കെ പള്ളിയിൽ നമ്മൾ കഴിഞ്ഞുകൂടുക. പള്ളിയിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കൽ അനിവാര്യമാണ്. നിയ്യത്ത് വെക്കുന്നതിലൂടെയേ ഉള്ളൂ അവന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കുമാറാവട്ടെ. ഈ അവസാനത്തെ 10 പരിപൂർണമായി ഇഅ്തികാഫ് ഇരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.